ഞാൻ വിളിച്ചിട്ട് ഞാൻ വന്നേ ഉള്ളൂ. മക്കള് ചായ എടുക്കാൻ പോയാ അവള്? എങ്കിൽ പോയി കുളിച്ചിട്ട് വാ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, പെട്ടെന്ന് വാ. ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം, ഫ്രഷ് ആവട്ടെ. ഇത് നല്ല ക്ഷീണമായിട്ട് എനിക്ക്. അതാ പറഞ്ഞാൽ പെട്ടെന്ന്. അമ്മ പറയാമോ? എന്തേലും നീ ചായ പിന്നെടാ, എന്റെ അനിയനെ ഒരു പീസ ശരിയായിട്ട്. എവിടത്തേക്ക്? അവന് ദുബായിലാണെന്നാണ് പറഞ്ഞത്. അവന്റെ ഏതാ കൂട്ടുകാരന്റെ അവൻ കൂട്ടുകാരൻ നിക്കണ കമ്പനിയിലാണെന്നാണ് പറഞ്ഞത്. പിസയ്ക്ക് ഒരു 3 ലക്ഷം നല്ല പണിയാണെന്നാണ് അവൻ പറയുന്നത്. ഒരു 6 മാസം കൊണ്ട് ഈ 3 ലക്ഷം കടം തീർക്കാൻ പറ്റുമെന്നാണ് അവൻ പറയണത്. അപ്പം അങ്ങനെ കാര്യത്ത് പറയാൻ ഒരു മടി. മക്കളെ ഇനി ദേഷ്യപ്പെട്ടാൽ അവന്റെ കൊറേ ബിസിനസ് ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞു പോയില്ലേ, അവന്റെ കുറ്റം കൊണ്ടല്ലെന്നാണ് അവൻ പറയണത്. പിന്നെ ഉമ്മ എന്ന് പറയും, നിങ്ങളടുത്തല്ലേ എനിക്ക് പറയാൻ പറ്റും എന്ന് പറഞ്ഞപ്പോ മക്കളടുത്ത് പറയാൻ. ഇതിനെങ്കിലും അടങ്ങിയത് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? അടങ്ങിയത് നിൽക്കുമെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെ നിന്നെങ്കിലും പൈസ അറേഞ്ച് ചെയ്ത് കൊടുക്കാന്ന് പറയും. അതൊക്കെ നിക്കും മക്കളെ, അവൻ കൊച്ചല്ലേടാ. നീയും കഴിഞ്ഞ അവളും കഴിഞ്ഞല്ലേ അവൻ വന്നത്. അവൻ അത്ര പക്വതയുള്ളു. എന്റെ കൊച്ചിനാകുമ്പോ പക്വതയും ഭാവനയും ഒക്കെ ഉണ്ടല്ലോ. ഇതിന് മുന്നത്തുള്ള കാര്യങ്ങളും അറിയാലോ നിങ്ങൾക്ക്. ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ വന്ന് പറഞ്ഞ് ഓരോ പൈസ കൊടുത്ത് ആ പൈസകളൊക്കെ പലതരത്തിൽ ഇല്ലാമാക്കി നശിപ്പിച്ച് കളഞ്ഞിട്ടേ ഉള്ളൂ. ഒന്നി കഴിച്ചാ 3 എന്നല്ലേ പറയാം. ഇതിൽ അവൻ രക്ഷപ്പെടും. നിന്റെ കടം അവൻ തീർക്കാൻ സഹായിക്കും. നിന്റെ കടങ്ങൾ തീർക്കണ്ടേ? ഇവിടുത്തെ വീടിന്റെ പ്രമാണം എടുത്ത് വെക്കാന്ന് വെച്ചാൽ പെണ്ണിനെ കെട്ടിച്ച വഴിയിൽ അത് ബാങ്കിൽ ഇരിക്കും. പിന്നെ വേറെ എന്തെങ്കിലും എടുത്ത് പണയം വെക്കും. ആകെ വാപ്പാരെ സ്ഥാനത്ത് മക്കളല്ലേ ഉള്ളു. വാപ്പ ഉണ്ടായിരുന്നെങ്കിൽ അവൻ വാപ്പ അടുത്തെന്ന് പറഞ്ഞത്. ഇതിപ്പോ ഞാൻ എന്റെ അടുത്ത് വന്ന് പരാതി പറഞ്ഞ എനിക്ക് മക്കളെടുത്തല്ലേ പറയാൻ പറ്റുള്ളൂ. എന്താണെന്ന് ഞാൻ നോക്കട്ടെ. ഈ ലോണും എല്ലാം കൂടെ ഞാൻ നല്ല ടൈറ്റാണ്. എങ്ങനെയെങ്കിലും പൈസ ഒപ്പിച്ച് കൊടുക്കാന്ന് പറയാം. അതുപോലെ തന്നെ അവൻ എത്രയും പെട്ടെന്ന് തിരിച്ചു തരാൻ പറയണം. ഞാനെന്തെങ്കിലും മറിച്ച് കൊടുക്കാം. അപ്പൊ ഒരാഴ്ചക്ക് മുമ്പ് പൈസ ശരിയാക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും അവന് സന്തോഷമാണ്. നീ വെറുതെ ദേഷ്യപ്പെടാൻ ചെയ്യും. കഴിഞ്ഞു പോയ കാര്യത്തെ കുറിച്ച് വെറുതെ ഓർമ്മപ്പെടുകയും ചെയ്യും കേട്ടോ. അവൻ പോയി രക്ഷപ്പെടും. അല്ലേക്കാ ഇക്കാരെ പ്ലാൻ എന്തോന്നാണ്? ഉമ്മ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ഞാനിപ്പോ എന്താ ചെയ്യാനേ? അങ്ങനെ അവൻ രക്ഷപ്പെടുന്ന പോയി രക്ഷപ്പെടുത്ത്. ബിസിനസ് എന്നും പറഞ്ഞ് പണ്ട് കൊറേ ലോൺ എടുത്ത് ആ കടമെല്ലാം ഇതുവരെക്ക് തീർന്നിട്ടില്ല. എന്നിട്ട് അവന്റെ ബിസിനസ് എല്ലാം പൊട്ടി പോവുകയും ചെയ്തു. ഇപ്പൊ അടുത്ത വിസയെന്നും പറഞ്ഞു വന്നിട്ടുണ്ട്. ഇത് രക്ഷപ്പെടാനായിട്ടാണ്. എന്തേലും ചെയ്യാ, വാപ്പാടെ സ്ഥാനമായി പോയില്ലേ, മൂത്ത ആളായി പോയില്ലേ, കഷ്ടപ്പെട്ടല്ലേ ഉള്ളൂ. ബാക്കിയുള്ളവരെ നോക്കണം. വാപ്പ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ. വാപ്പ ഇല്ലാതിരിക്കുമ്പോഴത്തേക്ക് മൂത്ത ആള് ഞാനല്ലേ, അപ്പൊ ഞാൻ തന്നെയല്ലേ എല്ലാം നോക്കേണ്ടത്. ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ ഞാനും കൂടി ഇവിടുന്ന് ജോലിക്ക് പോയിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങളും കടങ്ങളും ഒക്കെ നമ്മൾ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അപ്പൊ ഇനി കടവാരിയിട്ടാ നമ്മൾ എന്ത് ചെയ്യും? അതൊക്കെ ശരിയാവും. നമുക്കും കുടുംബമുണ്ട്, കുട്ടികളുണ്ടെന്നുള്ള കാര്യം ഓർക്കണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. ലോൺ അടയ്ക്കാനുള്ള പൈസ വായിച്ചു തരാന്നല്ലേ ഉമ്മ പറഞ്ഞേക്കുന്നത്. അയക്കും. ഉമ്മ വലിയ തിരക്കിലാണല്ലോ. വെടി മോളെ, നീ വാ. കൊറേ ആയല്ലോ നിന്നെ കണ്ടിട്ട്. ഇവിടെ കയറി ഉമ്മ ചായ എന്തെങ്കിലും എടുക്കാം കേട്ടാ കുടിക്കാൻ. കുടിക്കാനൊന്നും എടുക്കണ്ട, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അല്ല, ഇക്കായി ഇത്തായൊക്കെ ഇവിടെ പോയി? ഇക്കച്ചി ഇത്തായൊക്കെ എന്തോ ഒരു കാര്യത്തിന് പുറത്തോട്ട് പോയേക്കാണ്. അവര് വരെ എത്തി താമസിക്കുന്നുണ്ടോ? എന്ത് കാര്യം? പിന്നെ ഉമ്മാക്ക് അറിയാല്ല, വീട് പണി നടക്കണ കാര്യം. ഇനി പൂശലും തറയിടല്ലേ ഉള്ളൂ. ഒരു 5 ലക്ഷം രൂപ കൂടി വേണമായിരുന്നു. അവിടെ ആണെങ്കി എന്റെ തള്ള അമ്മായി ഇല്ലേ, അമ്മായി ആണെങ്കി മറ്റേ ഇളയ ചെറുക്ക ഇച്ചിരി എന്നെ ഇത്തിരി കൂടുതൽ കൊണ്ടുവന്നെന്നും പറഞ്ഞ് ആ സമയം അങ്ങ് പുകഴ്ത്തി അങ്ങ് വച്ചേക്കാണ് ഇളയ മരുമുള. നമ്മക്കിട്ട് അപ്പോഴെപ്പോഴും ഓരോ കുത്തലും ഉണ്ട്. അവരനിയന്റെ വീടാങ്ങാണ്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അവർ വീട്ടിൽ ഒരു 10 ലക്ഷം രൂപ എടുത്തെന്ന് പറഞ്ഞ് എടുത്തെടുത്ത് പറയും. നമുക്കൊരു 5 ലക്ഷം രൂപ ആവശ്യമുണ്ട് ഉമ്മ. എങ്ങനെയെങ്കിലും ഇക്കാര്യത്ത് പറഞ്ഞ് ഒന്ന് ശരിയാക്കി തരണേ. ഓ, അനിയന്റെ പെണ്ണെത്തി പണച്ചാക്കായോണ്ട് നിന്നെ ഇട്ട് കുത്തല് തന്നെയല്ലേ അവിടുത്തെ അമ്മായി.
ആ ഇത് ചെയ്യാൻ മക്കളെ, അവൻ നിന്നെ ആവത് പറ്റണത്തോളം സഹായിച്ചിട്ടുണ്ട്. ഇതും കൂടി ഞാൻ പറയാം, 5 ലക്ഷം തന്നെ വേണമല്ലേ? ഉമ്മ വരട്ടെ, ഉമ്മ ഒന്ന് പറഞ്ഞു നോക്കാം. ആ നീ വിഷമിക്കാതിരി, നീ ചോറൊക്കെ കഴിച്ചിട്ടല്ലേ പോവുള്ളൂ. പിന്നെ ഞാൻ ചോറ് കഴിക്കാനൊന്നും നിൽക്കുന്നില്ല, എനിക്ക് പെട്ടെന്ന് പോണം. അപ്പൊ നീ ഇത് പറയാനായിട്ടാണല്ലേ വന്നത്, അല്ലാതെ ഉമ്മായി കാണാനൊന്നും അല്ല വന്നത്. ഇല്ല അമ്മ, ചോറ് കഴിക്കാനൊക്കെ നിന്ന് അതിനെ താമസിക്കും. ഇനി അത് മതി ആ പെണ്ണുപിള്ളക്ക്, ഞാൻ പോകണം. ശരി, അപ്പൊ ഇക്കൊക്കെ വരുമ്പോ പറയണേ, ഇന്ന് എന്നെ വിളിച്ച് പറയണം കേട്ടാ, മറക്കരുതേ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. എനിക്ക് മക്കള് പോയി, ഞാൻ ഇക്കച്ചി വരുമ്പോ പറയാം. പെട്ടെന്ന് പോയി, ഞാൻ തള്ളച്ചിയായിട്ട് അലപ്പിക്കണ്ട. ഓ ശരി. മോൻ ഇവിടെ ഇരിക്കണ മോനെ, നിന്റെ പെണ്ണോ? അളിയനും കൂടെ തന്നെ വന്നോ? അളിയൻ വന്നില്ല, അവളെ ഒരു കാര്യം പറയുന്നുണ്ട്. അവളെ വീട് പണിയുടെ കാര്യമൊക്കെ നിനക്ക് അറിയാല്ല. ഈ തറയിടലും പൂശലും കണ്ട നടക്കേന്. അപ്പൊ അതിനൊരു 5 ലക്ഷം രൂപ കൂടി വേണമെന്ന് പറഞ്ഞു. നീ എന്തൊരു പറയുന്നു? കൊള്ളാലമ്മ, അവന് ഗൾഫിൽ പോകാൻ വേണ്ടിട്ട് ഇപ്പം പൈസ 3 ലക്ഷം രൂപ ഞാൻ മറിച്ചിട്ട്, അതിപ്പോ അവൻ ജോലിക്ക് കയറും പൈസ അയച്ചുതരാന്ന് പറഞ്ഞിട്ട് അത് അയച്ചു തന്നതുമില്ല. അപ്പൊ ഞാൻ എല്ലാം കൂടെ എങ്ങനെ ഇപ്പൊ ഇത് പറയും ചെയ്യുന്നത്? അതാ പൈസ ഇനിയിപ്പോ പോട്ടെ, ഞാനിപ്പോ അത് ചോദിക്കുന്നില്ല. അതിന് ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ ആ പൈസ അടച്ചത് റെഡി ആക്കിക്കോളാം. ഇനിയിപ്പോ അവന്റെ അടുത്ത് ഇനിയിപ്പം ഉള്ള പൈസയൊക്കെ സേവ് ചെയ്ത് രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടുത്ത്. അതിന് പോട്ടെ, അതെനിക്ക് വേണ്ട. ഇതിനിപ്പോ ഞാൻ ഇവിടെ നിന്ന് എടുക്കുക, ഇതിനി കൂടെ. എടാ അങ്ങനെ പറഞ്ഞാ പറ്റൂ? നമ്മളിപ്പോ അവളെ കെട്ടിച്ചു വിടുമ്പോ അവളെ സന്തോഷം നമ്മൾ നോക്കണ്ടേ? അവിടെ ഇപ്പൊ അനിയൻ ചെറുക്കൻ കല്യാണം കഴിച്ച്, നിനക്കറിയാല. നമ്മളെ ഒരു 50 പവനും ഒരു 50 സെന്റ് ഭൂമിയാണ് അവർക്ക് കൊടുത്തത്. അവര് 1 ഏക്കർ ഭൂമിയാ 100 പവനൊക്കെ കൊടുത്താണ് ഇളയ ചെറുക്കൻ കൊണ്ടുവന്നത്. ഇപ്പം അവര് വീട് വെച്ച് താമസം നോക്കി. വീട് വെച്ചപ്പം വീട്ടുകാര് 10 ലക്ഷം രൂപ കൊടുത്തെന്ന് പറഞ്ഞ് അമ്മായി എന്നും കുറ്റപ്പെടുത്തലാണ്. നമുക്ക് നമ്മളാ കഴിയണ അവള് അതൊന്നും ചോദിച്ചില്ലല്ലോ, അതിന്റെയും പകുതിയല്ലേ ചോദിച്ചത്. അതെങ്കിലും നമുക്ക് കൊടുക്കാനില്ലെങ്കിൽ മോശമല്ലേ മക്കളെ? ഞാൻ നോക്കാം. എനിക്കാണെങ്കിൽ തലയ്ക്ക് വട്ട് പിടിക്കണം. ഇപ്പൊ എല്ലാരും കാര്യങ്ങളും നടക്കട്ടെ, ഞാൻ ഇവിടെ കിടന്ന് അനുഭവിക്കും. ഞാൻ എന്തൊരു ചെയ്യട്ടെ? ഞാനിപ്പോ എങ്ങനെ അവർക്ക് പൈസ കൊടുക്കുന്നത്? ഉമ്മാരായിട്ട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞൂടെ? നമുക്ക് ഇത്ര ബാധ്യതകളുണ്ട്, അത് തീർക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്നൊക്കെ ഉള്ളത് കാര്യം തുറന്നു പറഞ്ഞൂടെ? ഇനി ആകെ എന്റെ ഈ താലിമാലയും കൂടി ഉള്ളു. എന്തായാലും ഞാൻ അത് തരാം. അത് വിറ്റ ഒരു 2 ലക്ഷം രൂപയ്ക്ക് എങ്ങനെയെങ്കിലും കിട്ടുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. ആകെയുള്ള നമ്മളെ ഒരു തരി സ്വർണ്ണമാണ്, അതും ഇപ്പൊ തീരാൻ പോകുന്നു. എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് എന്തായാലും എന്റെ മാലോണ്ട് ആ പൈസ അവർക്കൊന്നും കൊടുത്തു, അതൊക്കെ നല്ലത്. ഒന്നാമത് അവരൊക്കെ ഒരു ജാതി സ്വഭാവമുള്ള ആൾക്കാരാണ്. ചെയ്യാനാണ് എന്നെ ആർക്കും മനസ്സിലാക്കുന്നില്ലല്ലോ, എന്നെ മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഞാനിങ്ങനെ എല്ലാരും അതിക്കാർക്ക് മനസ്സിലാക്കാൻ വയ്യ. ഞാനെന്താ പറയും? ചെയ്യാം. അളിയനാ വാ. ഇതില് 5 ലക്ഷം രൂപ കൊള്ളു അളിയാ ഈ കവറില്. അത് 5 ലക്ഷം ഒന്നും ഇല്ലല്ലയാ. ഞാന് എത്ര ശ്രമിച്ചിട്ട് നടന്നില്ല. അത് 1 ലക്ഷം രൂപയേ ഉള്ളൂ. ഒരുപാട് നോക്കിയില്ല, ഞാൻ നടന്നില്ല. ഒരുപാട് വഴികളൊക്കെ ശ്രമിച്ചു നോക്കി, പറ്റിയില്ല. എന്തോ അളിയാ ഇത്? ഇനി 5 ലക്ഷം രൂപ തരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ കോൺട്രാക്ടിന്റെ അടുത്ത് അവിടെ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ നിൽക്കുമല്ലേ? ഞാനിപ്പോ ഈ 1 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ തരുന്നു പറയാം. എങ്ങനെ അടുത്ത് ഇങ്ങനെ പേയ്മെന്റ് കൊടുക്കണ്ടേ? എങ്ങനെ സാധനം എല്ലാം ഇറക്കിയിട്ട് പണി പകുതിയോളായല്ലേ? നിന്നെ കൊണ്ട് പറ്റൂലെങ്കിൽ നീ പറ്റൂലെന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഞാനത് വേറെ എവിടെന്നെങ്കിലും മറിക്കൂലായിരുന്നു. നീ തരുമെന്നുള്ള പ്രതീക്ഷയല്ലല്ലേ ഞാൻ ഇരുന്നേ. എന്തുവാ ഇത്? നീ ഇതിങ്ങനെ മാതിരിയത്തെ പരിപാടിയായിരുന്നു കേട്ടാ. ഈ നക്കാപ്പിച്ച പൈസയും കൊണ്ട് ചെന്ന് ഞാൻ എന്ത് ചെയ്യേ? അല്ല തരുന്നവരത്തെ ഈ ചോദിച്ചാൽ തരാൻ പറ്റുമെങ്കിൽ തരാമെന്ന് പറയുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിന് വില.
നക്കാപ്പിച്ചയും കൊണ്ടല്ല ഇങ്ങോട്ട് വരാം. ആ ഇക്ക വന്നല്ല. അല്ല പൈസ കിട്ടിയില്ലേ? എന്നാ എന്റെ പൊന്നാരാങ്ങളെ ഉണ്ടെന്ന് വന്നിരിക്കുന്ന പൈസ 10 രൂപ 5 രൂപ ചോദിച്ചാൽ 2 രൂപ തരും, 1 രൂപ തരും. ഇതെന്താന്ന് നീ ഇങ്ങനെ നക്കാപ്പിച്ച കൊണ്ടെന്ന് തരണത്? ഞാൻ തരും പിച്ചക്കാശല്ലോ ചോദിക്കുന്നത്. അല്ല, ആൾക്കാർ തന്നെ എന്റെ കുടുംബക്കാര്, ഒരാങ്ങളെയും ഒരു പെങ്ങളെയും. അതെങ്ങനാ? ദരിദ്രവാസി കുടുംബത്തിൽ നിന്നല്ലേ നീ പെണ്ണ് കെട്ടിക്കൊണ്ട് വന്നത്? ഇതല്ല, ഇതിന്റെ അപ്പുറം നിനക്ക് സംഭവിക്കും. അവളെ ഒരു ആങ്ങള. താ വരണ്ട മക്കളെ. എന്താണ്? നിങ്ങൾ ഇങ്ങോട്ട് വന്നാണീ. മോളാ, എന്താണ്? എന്താ കാര്യം? നീ കരയാതെ സങ്കടപ്പെടാതെ അവിടെ ഇരുന്നാണ്. എന്നോട് ഈ ചതി വേണ്ടായിരുന്നു ഏട്ടാ. ഇത് വല്ലാതെ കടുത്തോ ഇത്. എന്ത് ചതി? അല്ല എന്താ മോളെ, അവൻ കാശ് കൊണ്ട് തന്നില്ലേ അങ്ങ്? എല്ലാരും കൂടി എന്റെ തൊലി ഒഴിച്ച് പൈസ കൊടുത്തേക്കണ. ഇതിനേക്കാളും പണം എനിക്ക് വേണ്ടായിരുന്നു. ഞാനെന്താ ഈ വീട്ടില് പിച്ചക്കാരും എന്നതുമാണോ ഇങ്ങനെ അപ്പോഴെപ്പോഴും പിച്ച കണ്ട പോലെ ഒന്നരണ്ടാക്ക ഇങ്ങനെ കൊണ്ടുതരാൻ? അമ്മായിക്ക് എന്നെ കുത്താൻ ഒന്നും കൂടി ആയി. വേറെന്തോന്ന്? ഓഹോ, അങ്ങനെയാണ് ആ കാര്യം. നീ എപ്പോഴും വന്നടി? ഇതിനേക്കാളും നീ ആ കൊച്ചിന് കാശ് കൊടുക്കണ്ടായിരുന്നല്ല. കാശ് കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ വിചാരിച്ച പൈസ കിട്ടിയില്ലമ്മ. ഞാൻ അവളെ മാലയൊക്കെ എടുത്ത് വിറ്റിട്ടാണ് പൈസ കൊടുത്തത്. അവളെ അവരെല്ലാരും കൂടി തോലി ഒഴിച്ച് നാളെ കെട്ടി ആ വീട്ടില് കെട്ടിച്ചു കൊടുത്ത പെണ്ണാണ്. ആ ഒരു ബോധം നിനക്കുണ്ടായിരുന്ന? ഇതിപ്പോ ഞാൻ ഈ പൈസ വേണമെന്നോ എടുത്താൽ ഞാൻ ഒരു നോട്ടടിക്കുന്ന മിഷ്യൻ വല്ലതും ഉണ്ടാക്കി ചെയ്യുന്നത് ഇല്ലല്ലോ. എനിക്ക് തോന്നെ പെങ്ങന്മാരൊന്നും ഇല്ലല്ലോ, ഈ ഒന്നല്ലേ ഉള്ളൂ. അതിന് അന്തസ്സായിട്ട് നിർത്താൻ നിനക്ക് അറിഞ്ഞൂടാന്ന് വെച്ചാ നീ എന്തൊരാങ്ങളാ നീ? അവക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തല്ലേ അവളെ കെട്ടിച്ചു വിട്ടത്. ഇനി അതിലുപരിയല്ലേ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അങ്ങോട്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അതിനും ഇനി കണക്ക് പറയാൻ നിന്നാ ഞാൻ എന്ത് ചെയ്യുന്നത്? എന്നെ കൊണ്ട് കഴിയുന്നതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ വീട്ടിന്റെ ലോൺ അടയ്ക്കാൻ ഞാൻ വരുന്ന പാടെ എനിക്ക് കിട്ടുന്നുണ്ട്, എനിക്കറിയാം. ഓ, അനിയൻ ചോദിച്ച പാടെ അങ്ങ് എല്ലാം കൂടി അങ്ങ് ഒപ്പിച്ചെടുത്ത് കൊടുത്തല്ല. അമ്മ 3 ലക്ഷം വേണമെന്ന് പറഞ്ഞപ്പോ 3 ലക്ഷം രൂപ തന്നെ ഒപ്പിച്ചുകൊണ്ട് കൊടുത്ത്. ഞാൻ എന്തൊരു പുറമ്പോക്കി കിടക്കണ? എനിക്ക് വാപ്പ ഇല്ലാത്തോണ്ടല്ലേ ഞാൻ ഇക്കടുത്ത് ഓരോന്നോരോന്ന് ചോദിക്കണത്. എന്റെ അടുത്ത് ഇങ്ങനെ തന്നെ കാണിക്കണം. അല്ലെങ്കിൽ എന്റെ അടുത്ത് ഇക്കൊക്കെ ഒരു ഇഷ്ടമല്ല. എനിക്ക് മനസ്സിലായത്. നിർത്തടി. വേണ്ടാന്ന് വിചാരിച്ചതാണ്. ഇനി എനിക്കത് പറയാതിരിക്കാൻ പറ്റൂല. ഞാൻ സംസാരിക്കണം. ഇക്ക, ഇനി ഞാൻ ഇത് പറയാതിരുന്നാലേ നിങ്ങളെ എല്ലാരും കൂടി കൊന്നു തിന്നു അവര്. ഇതിൽ ഇത്തത്തെ ഇടപെടണ്ട. ഇത്തത്താക്ക് നമ്മളെ കുടുംബകാര്യത്തിൽ എന്തോന്നാണ് കാര്യം? ഇത് ഞാനും എന്റെ ആങ്ങളെയും തമ്മിലുള്ള പ്രശ്നമാണ്. ഞങ്ങൾ പറഞ്ഞു തീർത്തോളാം. എന്തോന്ന്? ഞാൻ ഇടപെടണ്ടെന്നാ? നിന്നെ കെട്ടിച്ച കടത്തിനെ ഈ വീട്ടിന്റെ പ്രമാണം അങ്ങ് ബാങ്കിൽ ഇരിക്കാണ്. അത് കടം തീർക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടിപ്പോ ജോലിക്ക് പോണുണ്ട്. എന്റെ ശമ്പളം മൊത്തം അവിടെയാണ് കൊണ്ട് അടയ്ക്കണം. നീ വല്ല അറിയണോണ്ടാ? പോരാത്തതിന് അനിയൻ ഇപ്പൊ പറഞ്ഞു വിട്ട്. അതെ, ഇവിടെ മുറ്റത്തൊരു കാർ കിടക്കണണ്ട. അതിന്റെ ബുക്കും പേപ്പറും എല്ലാം കൊണ്ട് പണയപ്പെടുത്തി വെച്ചേക്കാണ്. അങ്ങനെയാണ് അത് അടച്ചത്. ഇപ്പൊ നിനക്ക് കാശ് തന്നത് ആകെ ഉണ്ടായിരുന്ന ഒരു പൊന്നാണ്. അതും കൊണ്ടുപോയി കൊടുത്ത്. അത് കൊടുത്തിട്ടാണ് അതിന്റെ പകുതി പൈസ കിട്ടിയോളൂ. അതാണ് നിങ്ങൾക്ക് അതേപോലെ തന്നെ കൊണ്ട് തന്ന്. ഞങ്ങൾ വിചാരിച്ചാലും പകുതി പൈസ കിട്ടിയോളൂ. അത് ഒരു തരി പണം പോലും ഞങ്ങൾ മാറ്റാതെ നിന്റെ ഭർത്താവിന്റെ കയ്യിൽ കൊണ്ട് തന്നു. എന്നിട്ടാ ഇത്രയും കഷ്ടപ്പെട്ട് അനിയനെ പറഞ്ഞു വിട്ട്. അവൻ പോയിട്ടൊരു ഫോൺ കോൾ പോലും ഇതുവരെയ്ക്ക് ഈ മനുഷ്യനെ വിളിച്ചിട്ടില്ല. നിനക്കറിയോ അത്? എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം പെങ്ങളും അനിയനൊക്കെ ഓടി വരും. എന്തിനെ? ഈ പറയുന്ന പെറ്റുമ്മ പോലും ഒന്ന് ആ മനുഷ്യനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ലല്ലോ ഇതുവരെയ്ക്കും. ഈ വീട് മാത്രമേ ഉള്ളൂ. ഈ വീടും കൂടി ആ ബാങ്കുകാർ കൊണ്ടുപോയാലേ ഈ ഉമ്മായി ഈ 2 മക്കളും ഞങ്ങളും കൂടി തെരുവിലിറങ്ങണം. നിങ്ങൾക്ക് പുതിയ വീട് വെക്കുകയല്ലേ? ഞങ്ങൾക്ക് ഇപ്പൊ എന്തുണ്ട്? കാറില്ല, വീടില്ല, പൊന്നില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങളിപ്പോ കഴിഞ്ഞു പോകുന്നത്. ഉമ്മ ഇത് ചിന്തിക്കണം കേട്ടാ. ഉമ്മായും കൂടി ഞങ്ങളും കൂടെ ഇറങ്ങി വരാനുള്ള ഒരു ചെറിയ ഓർമ്മയെങ്കിലും ഉമ്മാക്ക് ഉണ്ടാവും. ഇല്ല, ഉമ്മാക്ക് എപ്പോഴും ഇളയ കുട്ടികളെ മാത്രം. അവര് വന്ന് പരാതി പറയും, അത് നേരെ ഇങ്ങോട്ട് വന്ന് പറയും. അത് എങ്ങനെ ഉണ്ടാക്കണമെന്നാ, അത് എവിടെ നിന്നും ഉണ്ടാക്കണമെന്നാ, കട എത്ര ഉണ്ടെന്നാ ഒന്നും അന്വേഷിക്കണ്ട. ഈ ഉമ്മാക്ക് തെറ്റി പറ്റിയാ മോനെ. എല്ലാ മക്കളെ ഒരേപോലെ കാണേണ്ടിയിരുന്നു. ഇളയതങ്ങളല്ലേ? എന്റെ കൊച്ചിന് ഇത്രയും അവസ്ഥ ഉണ്ട്. നീ ഒരു വാക്ക് ഉമ്മാരുടെ അടുത്ത് തുറന്ന് പറയണ്ടായിരുന്നാടാ. ഉമ്മ പിന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുവരുന്നാ നിന്നെ? ആരും എന്നെ മനസ്സിലാക്കിയില്ല, എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല.
ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ആരെയും ഒന്നും അറിയിക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. നിങ്ങളെ മക്കൾക്ക് മറ്റുള്ള രണ്ടുപേർക്കും വേണ്ടിയിട്ട് എന്റെ മണ്ടയിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും ഭാരം കയറ്റിക്കൊണ്ട് എനിക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാനത് ചെയ്തുകൊണ്ടിരുന്നു. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി ചെയ്യേണ്ടതായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും കൊടുക്കാനുള്ളതും ഉണ്ടാക്കിയിരുന്ന ഇവിടെ ഓഹരി ഉണ്ടായിരുന്നതും എല്ലാം എടുത്തു വെച്ചിട്ടാണ് ആദ്യം അപ്പോഴെ ഉണ്ടായിരുന്ന വീടും ഈ വസ്തു കൂടെ വെച്ചിട്ടാണ് അവളെ കെട്ടിച്ചു വിട്ടത്. പിന്നെ എന്തേലും ഉണ്ടായിരുന്നു? ഇതിന്റെ ലോൺ അടച്ച് ഈ വസ്തു തിരിച്ചെടുത്തപ്പോഴത്തേക്ക് അവനിക്ക് വേണം, ഇതിന്റെ ഷെയറിന് അവനും കൊടുക്കണം. അപ്പൊ എനിക്കെന്തുണ്ട്? എല്ലാവർക്കും എല്ലാമായി, ഞാൻ അവസാനം തെരുവിലുമായി. എനിക്കൊന്നുമില്ല. മതി എന്റെ കൊച്ചിനി ഈ കഴുതയെ പോലെ ചുവടെ എല്ലാം കൂടി വലിച്ചത് മതി. നിങ്ങൾക്ക് നിങ്ങളെ ജീവിതമായി. കെട്ടിപ്പോണ വീട്ടില് മക്കള് നന്നായിട്ട് നിന്ന ആരും ഒന്നും കുറ്റം പറയൂല. പിന്നെ എനിക്ക് നിങ്ങളെ കൂടെ നിന്ന് എന്റെ കൊച്ചിന്റെ ഭാവി കളയാൻ പറ്റൂല. എനിക്ക് വയസ്സാകാലത്ത് താങ്ങുന്നതാണല്ലോ എന്റെ മോനെ ഉള്ളൂ. നിങ്ങൾ എന്നും ആശ്രയിക്കാൻ പറ്റൂല. ഒരുത്തന്താ പോയിട്ടുണ്ട്, തിരിഞ്ഞു നോക്കണല്ലേ അവൻ. 6 മാസം കൊണ്ട് കടം തീർക്കാന്ന് പറഞ്ഞ് പോയവനാണ്. അമ്മക്ക് ഇതൊക്കെ അറിയാം. പക്ഷെ മക്കള് വന്ന് സങ്കടം പറയുമ്പോ ഉമ്മ ആരെടുത്ത് പറയേ? എല്ലാം ചെന്ന് ഈ പാവം എന്റെ ചെറുക്കൻ്റെ അടുത്ത് തന്നെ പറയും. അത് ഓടിപ്പടിച്ച് ഉമ്മാക്ക് അറിഞ്ഞൂടായിരുന്നു. സത്യം പറഞ്ഞ ആരും പറഞ്ഞില്ല. ഇപ്പൊ എവിടെ വായിന്ന് കേട്ടപ്പോഴും അവൻ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത്. ഞാൻ അപ്പോഴപ്പോഴും അടച്ച് തീർത്ത് കാണുമെന്നാണ് ഞാൻ കരുതിയത്. എന്റെ കൊച്ചു ആരെടുത്തും ഒന്നും പറയാതെ ഇത്രയും നാൾ കുടുംബത്തിന്റെ കാര്യം നോക്കി. മതി. ഇനി നിങ്ങളെ പാടായി. അവരവരെ ജീവിതങ്ങളെ നോക്ക്. ഉമ്മാക്ക് ഇത്രേ പറയാനുള്ളൂ. ഇനി ആരും ഇവിടെ പരാതിയും പറഞ്ഞോണ്ട് ഈ വീട്ടിലോട്ട് കയറി വരണ്ട. ശരിയാക്കുക. നിങ്ങളെയൊക്കെ പ്രശ്നം വെച്ച് നോക്കിയപ്പോ എനിക്കൊന്നും ഒന്നുമില്ല. കൂടിപ്പോയ 2-3 കുത്തുവാക്കുകളല്ലേ, എനിക്കത് സഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ ഇക്കാരെ കാര്യം ഞാൻ ഇത്രയ്ക്കും കഷ്ടപ്പാടെന്നല്ല, നിങ്ങളെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചില്ല. അത് തന്നെയാണ് കാര്യം. ഞങ്ങളെല്ലാം സ്വന്തം കാര്യം മാത്രം നോക്കിപ്പോയി. ഇത്തത്ത എന്നോട് ക്ഷമിക്കണം. ഇക്ക, ഞാൻ അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് മാപ്പാക്കണം. എനിക്കോട് ഒരുപാട് കഷ്ടപ്പെട്ട ഇക്കായെ ഞാൻ ഒരുപാട് സങ്കടപ്പെടുത്തി. കാര്യങ്ങളൊന്നും ചോദിക്കുമ്പോ എടുത്തു തന്നിട്ടുള്ള ശീലം മാത്രമല്ലേ ഉള്ളൂ. കാര്യങ്ങളൊന്നും തിരക്കാൻ ഞങ്ങൾ നിന്നിട്ടുമില്ല. ഞങ്ങളെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ട് ഇക്ക. ഞങ്ങളോട് ക്ഷമിക്കണം.